ഇവിടെ പറഞ്ഞു നമ്മുടെ ഈ ഗ്രാമത്തിലേക്ക് ശോഭ സുരേന്ദ്രനെ പോലെ ഒരാൾ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഗ്രാമത്തില് ലൈറ്റ് പോലും ഇല്ലാത്തൊരു വീട്ടില് കിടക്കാൻ ഒരു നല്ല മുറിയില്ലാത്ത ഒരു വീടിനകത്ത് വളരെ കഷ്ടപ്പെട്ട 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു, അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കി അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഗ്രാമത്തിൽ നിന്ന് കടന്നു വന്ന ഒരാളാണ്. അവിടുത്തെ നല്ലവരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അറിയാം എന്താണ് ശോഭ BJP-യിൽ തന്നെ മതി എന്നാണ് അവരെന്നും ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്നത്. കാരണം എപ്പോഴും അതിലെ ചില ആളുകൾ പറയാം അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോ അവരുടെ പേരൊന്നും പരാമർശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് നമുക്ക് കഷ്ടപ്പെട്ട് ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തില് ഇപ്പൊ ഒരു 12 പേരടങ്ങുന്ന ഒരു ടോളി എന്ന് പറയും. അതായത് അതില് നമ്മുടെ ആരാധനായിട്ടുള്ള മോദിജിയും അമിത്ഷാജിയുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ 12 സ്ത്രീകളെ അവർ സെലക്ട് ചെയ്തപ്പോൾ മിനിങ്ങാന്ന് അതിലും ഒരാളായിട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പോ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടാണ്, എന്റെ കഥ പറയാനല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു സാധാരണ ഒരു വ്യക്തിക്ക് അങ്ങനെ പ്രവർത്തിച്ച് കടന്നു വരാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് നമ്മുടെ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ പ്രസ്ഥാനത്തില് ഏറ്റവും താഴെത്തട്ടിൽ ജീവിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത ആദിവാസി സമൂഹത്തിൽ നിന്ന് ശ്രീമതി ദ്രൗപദി മുർമു അവര് കടന്നു വന്നപ്പോ അവരുടെ നിറം നമ്മൾ നോക്കിയിട്ടില്ല, അവരേത് വിഭാഗത്തിൽ നിന്നാണ് എന്ന് നമ്മൾ നോക്കിയില്ല. ഒറ്റ പോയിന്റാണ് നമ്മുടെ പാർട്ടി നോക്കിയത്. അവർ എത്ര വർഷമായിട്ട് എക്സ്പീരിയൻസ് അവർക്കുണ്ട്, അവർ എത്ര കാലമായി നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം നോക്കിക്കൊണ്ടാണ് അവര് ഇത്രയും ഉന്നതമായിട്ടുള്ള ഒരു പദവി അലങ്കരിക്കാൻ വേണ്ടി അവര് മതി എന്ന് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടി ചെറിയ പാർട്ടിയല്ല. ഇപ്പോ കേരളത്തിൽ ഇപ്പൊ ചില ഇടവഴികളിലൊക്കെ പോകുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒക്കെ പറയും എന്താണ്, നിങ്ങൾ ഇവിടെ ജയിക്കുമോ, നിങ്ങൾ ഈ സ്ഥലത്ത് ജയിക്കുമോ, നിങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ പല സ്ഥാനാർത്ഥികളെയും ചിലപ്പോ അവരുടെ ഭാഷയിൽ ചിലപ്പോ അപഹസിച്ചെന്ന് വരും, അപമാനിച്ചെന്ന് വരും. അപ്പൊ നിങ്ങളൊക്കെ തന്നെ തല ഉയർത്തിപ്പിടിച്ചു നിന്ന് പറയണം, ഞങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ 9 തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണെന്ന് പറയണം. എന്നാൽ 9 തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റത് 6 അസംബ്ലി തെരഞ്ഞെടുപ്പിലും 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നമ്പർ 1 ആളുകളുടെ മുന്നിൽ നിൽക്കാനും അവരോട് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിച്ച്, ഞാൻ അവരുടെ വ്യക്തിക്കല്ല, നരേന്ദ്രമോദിജിയുടെ പേര് പറഞ്ഞ്, അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ്, അദ്ദേഹം ജനങ്ങൾക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വോട്ട് ഡബിൾ ആക്കിക്കൊണ്ട് നമുക്ക് മുന്നേറി ഞാൻ മാത്രമല്ല 7 പേർ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്നു. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് നിന്ന് 7 പേരെ തോൽപ്പിച്ചു. കുറേശ്ശെ വോട്ടുകൾ തരാതരം പോലെ അവര് മറച്ചു കൊടുത്ത് 7 പേരെ തോൽപ്പിച്ചു. അതിന് തൊട്ട് 5 വർഷം മുമ്പ് ഇതേ 7 പേരെ വീണ്ടും അവര് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? 10 വർഷമാണ് ഞങ്ങളുടെ കളഞ്ഞത്. 10 വർഷം കേരള നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞാൻ ഉൾപ്പെടെ 2ാം സ്ഥാനത്ത് പോയവർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സ്വർണത്തിന് പകരം ചെമ്പ് എന്ന് എഴുതി വെക്കാനുള്ള ശക്തി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. എന്നാൽ അതിന് ആ ഒരു സാഹചര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്, കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് പണിയെടുത്ത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും എന്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജയിക്കാനായിട്ടാണ് മത്സരിക്കുന്നത്. നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു പറയാൻ ഒരുപിടി നേതാക്കന്മാർ നിങ്ങളുടെ മുന്നിലുണ്ട്. കാരണം BJP-യുടെയും RSSന്റെയും നേതാക്കന്മാർ മാത്രമല്ല, ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയാം. അതായത് ആന്ധ്രാപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസുകാരൻ, അതായത് നമ്മുടെ പാർട്ടിക്കാരനല്ല, വേറെ പാർട്ടിയിൽ നിന്ന് വന്ന ആള്, മിസ്റ്റർ കിരൺ കുമാർ റെഡ്ഡി, ആ പ്രസ്ഥാനം രാജിവെച്ച് താമരയിൽ വന്ന് ഇപ്പൊ കുങ്കുമഹരിത പതാകയും പിടിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശില് വലിയ പ്രഗത്ഭമായിട്ടുള്ള കോൺഗ്രസിന്റെ കുടുംബത്തിൽ പ്രവർത്തിച്ച് ആ പ്രസ്ഥാനത്തെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ യുവ നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം വന്ന് അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ കേന്ദ്രമന്ത്രിയായി നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ധാരാളം MLA-മാർ നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നിരുന്നു.
വിജയ് ബഹുഗുണ, അദ്ദേഹം ആരാണ്? ഉത്തരാഖണ്ഡിന്റെ മുൻ CM ആയിരുന്നു കോൺഗ്രസിന്റെ. വിജയ് ബഹുഗുണ ഇന്ന് നമ്മുടെ പാർട്ടിക്കകത്താണ്. ക്യാപ്റ്റൻ അമരേന്ദർ സിംഗ്, അദ്ദേഹം പഞ്ചാബിന്റെ CM ആയിരുന്നു, വേറൊരു പാർട്ടിയുടെ. ആ ക്യാപ്റ്റൻ അമരേന്ദർ സിംഗ് ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അശോക് ചൗഹാൻ എന്ന് പറയുന്നത് പഴയ CM ആണ് മഹാരാഷ്ട്രയുടെ, അദ്ദേഹം നമ്മുടെ പാർട്ടിക്കകത്താണ്. അതുപോലെ തന്നെ നമുക്കറിയാം രഞ്ജിത് പ്രതാപ് നരേൻ സിംഗ്, അദ്ദേഹം ഫോർമർ യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു, വേറൊരു പ്രസ്ഥാനത്തിന്റെ UPA വിട്ട് അദ്ദേഹം നമ്മുടെ BJPക്കകത്തേക്ക് കടന്നു വന്നു. നവീൻ ജിൻഡാൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. ആ നവീൻ ജിൻഡാൽ ഇന്ന് നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ജിതിൻ പ്രസാദ യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു UPAയുടെ സമയത്ത്, അദ്ദേഹം ഇന്ന് നമ്മുടെ പാർട്ടിക്കകത്താണ്. ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം കോൺഗ്രസ് വിട്ട് കോൺഗ്രസിന്റെ വലിയ ലീഡറായിരുന്നു, അദ്ദേഹം ആസാമിൽ വന്നു നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തെയും ആ നാടിനെയും ആസാമിനെയും നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഒട്ടനവധി ആളുകളുണ്ട്, ഞാൻ സമയത്തിന്റെ പരിമിതി മൂലം എല്ലാവരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോ കേരളത്തിന്റെ ചാണക്യനായിട്ടുള്ള ശ്രീമാൻ കരുണാകരൻ, മുൻ മുഖ്യമന്ത്രിയുടെ മകൾ പത്മജ, നമ്മുടെ കുങ്കുമഹരിത പതാകയും പിടിച്ചുകൊണ്ട് നമ്മളോടൊപ്പം മുന്നിൽ നടക്കുകയാണ്. അഖിലേന്ത്യാ തലത്തിൽ ശ്രീമാൻ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്ന് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിലും മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിലും രണ്ട് പാർട്ടിയെയും മാറി മാറി നോക്കി മിസ്റ്റർ അബ്ദുള്ള കുട്ടി. രണ്ടും മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ഉപയുക്തമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ രണ്ട് പ്രസ്ഥാനവും ശരിയല്ല എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ രാജ്യസ്നേഹിയായ മുസൽമാനാണ് എന്ന് പറഞ്ഞ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇന്ന് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നമ്മുടെ അബ്ദുള്ള കുട്ടി പ്രവർത്തിക്കുകയാണ്. വളരെ വിദ്യാസമ്പന്നനായിട്ടുള്ള വൈസ് ചാൻസലർ ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മിസ്റ്റർ സലാം. ആ സലാമൊക്കെ ഇന്ന് നമ്മുടെ പാർട്ടിക്കകത്ത് കടന്നു വന്ന് നമ്മുടെ നേതാവായിട്ട് നിൽക്കുകയാണ്. അഖിലേന്ത്യാ തലത്തിൽ നോക്കിയാൽ എത്രയോ വർഷങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ അടൽ ബിഹാരി വാജ്പേയിയോടൊപ്പം പ്രവർത്തിച്ച അന്നത്തെ ചെറുപ്പക്കാരനാണ് ഡോക്ടർ ഷാനവാസ് ഹുസൈൻ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡറാണ്. ബീഹാറിൽ നിന്ന് മന്ത്രിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ടും അദ്ദേഹത്തിന് കടന്നു വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മുക്തർ അബ്ബാസ് നഖ്വി നമ്മുടെ മൈനോറിറ്റി വകുപ്പ് നോക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു മുക്തർ അബ്ബാസ് നഖ്വി. നജ്മ ഹെപ്തുള്ള സ്ത്രീയാണ്, മുസ്ലിം വനിതയാണ്. അവര് അഖിലേന്ത്യാ തലത്തിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് അവർ നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, കോർപ്പറേഷനകത്ത് ഒരു മുംതാസ് തലയിൽ തട്ടവുമിട്ട് താമര ചിഹ്നത്തിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ഈ തൃശ്ശൂരിൽ ജനവിധി തേടുകയാണ്. അപ്പൊ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ അത് മുസൽമാനെതിരായിട്ടുള്ള പാർട്ടിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായിട്ടുള്ള പാർട്ടിയോ അല്ല. നമ്മുടെ പാർട്ടിയുടെ പോയിന്റ് എന്താണ്? നമ്മുടെ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് രാജ്യമാദ്യം പിന്നെ മതം എന്നുള്ളതാണ്. രാഷ്ട്രമാണ് നമ്മുടെ സങ്കല്പം. രാഷ്ട്രം അത് നമുക്ക് അമ്മയാണ്, ജനനീ ജന്മഭൂമി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരേ ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാതെ, ഒരു MLA ഇല്ലാതെ, ഒരു MP ഇല്ലാതെ, ഒരു മുഖ്യമന്ത്രി ഇല്ലാതെ, ഒരു അധികാരത്തിന്റെയും തണലില്ലാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിരിക്കുന്ന പിണറായി പാറപ്പുറത്ത് വരെ നമ്മുടെ പ്രിയപ്പെട്ട KT ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കീറി ചോര കുടിച്ച പാനൂരിലെ മൊകേരിയിൽ വരെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി കണ്ടാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ താമര ചിഹ്നത്തിൽ വോട്ട് നൽകാൻ വേണ്ടിയിട്ട് അരോഗ ദൃഢഗാത്രരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ വീടിനകത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള ആലപ്പുഴയിലാണ് എനിക്ക് മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയത്. അവിടെ വയലാർ അവരുടെ വിപ്ലവത്തിന്റെ വീര്യമുറയുന്ന നാടാണ്. ആ വയലാറിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 1ാം സ്ഥാനം കിട്ടി. അവരുടെ പുറക്കാട്, അവിടെ നമുക്ക് 1ാം സ്ഥാനം കിട്ടി. അവിടെ അപ്പൊ കോൺഗ്രസ് പറഞ്ഞു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാത്രമാണ് BJPയിലേക്ക് വോട്ടുകൾ വരുന്നത്. അല്ല, KC വേണുഗോപാലിന്റെ അവിടുത്തെ അദ്ദേഹത്തിന്റെ വാർഡിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്. അവിടെ സുധാകരൻ സാറിന്റെ വാർഡിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്. എന്താ അർത്ഥം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ നിന്നും കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വോട്ടുകൾ ഒഴുകി വന്നു എന്നാണ് അതിനർത്ഥം. അങ്ങനെ നമ്മൾ വോട്ട് ഡബിളാക്കിക്കൊണ്ട് ആലപ്പുഴയിൽ നിന്നപ്പോഴാണ് നമ്മുടെ സഖാവ് പറഞ്ഞത്, ആര്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞു, എന്താണ്? തെറ്റ് ചെയ്ത ആളുകളെ കളവറയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനിത് മുമ്പും പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഈ കളവറയ്ക്കുക എന്നുള്ള പ്രയോഗം ലൂസിഫർ
കള പറിക്കാൻ പോയതാണ് എന്ന് പറയുകയാണ്. അതിനു മുൻപ് ഒരു കൊലപാതകം കഴിഞ്ഞിട്ടാണ് തിരിച്ച് വന്ന് അവിടെ ഇരിക്കുന്നത്. അപ്പൊ കള പറിക്കും എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞപ്പോ അവിടെ ആലപ്പുഴയിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും BJPയുടെയും ഞങ്ങൾ പറഞ്ഞു, കള പറക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ശോഭാ സുരേന്ദ്രനെ തൊടണം. അത് കഴിഞ്ഞിട്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താമരയ്ക്ക് വോട്ട് ചെയ്ത ഒരാളുടെ ശരീരത്തിൽ പൂഴിത്തരി പോലും വീഴാൻ അനുവദിക്കൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആലപ്പുഴയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. ഇത് ആറ്റിങ്ങലിൽ സംഭവിച്ചു, ഇത് തിരുവനന്തപുരത്ത് സംഭവിച്ചു, ഇത് കേരളത്തിൽ ആകമാനം സംഭവിച്ചു. കണ്ണൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഒരു കാലത്ത് സ്ഥാനാർത്ഥിയായ മിസ്റ്റർ രഘുനാഥ്, അദ്ദേഹം ഇന്ന് നമ്മുടെ BJPയുടെ കൊടിയും പിടിച്ചിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയിൽ പ്രവർത്തിക്കുകയാണ്. ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം, വിവേകമുള്ള, രാജ്യസ്നേഹമുള്ള, ഈ നാടിനെ സംരക്ഷിക്കണം എന്നുള്ളവരാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ NDAക്കകത്ത് കടന്നു വരുന്നത്. അങ്ങനെയുള്ളവർ ഒരുമിച്ച് ചേരുമ്പോൾ 2.5% വോട്ടിൽ നിന്ന് ബിപ്ലവ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ലീഡർക്ക് അവിടെ ത്രിപുരയിൽ ഭരണം പിടിക്കാൻ സാധിച്ചുവെങ്കിൽ 20% വോട്ടിൽ നിന്ന് ഈ മുളങ്ങുന്നത്തുകാവ് മേഖലയിലും കോലടി മേഖലയിലും ഒക്കെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യത്തെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ വർദ്ധിത വീര്യത്തോടുകൂടി 20% നിന്ന് നിങ്ങളൊരു പോക്കങ്ങോട്ട് പോയാൽ ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ ഉണ്ടാക്കുമെന്നുള്ള വാക്കാണ് നിങ്ങളുടെ മുന്നിൽ സംസ്ഥാന ചുമതലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് വെക്കാനുള്ളത്. നമ്മൾ മുന്നോട്ടാണ്, നമ്മൾ മുന്നോട്ട് തന്നെ പോകും. കാരണം നമ്മൾ മാത്രമേയുള്ളൂ ഇവിടുത്തെ മനുഷ്യർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ. ഈ കേരളത്തിലെ ജനത അവർ കാത്തിരിക്കുകയാണ്. പക്ഷെ അവർ പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്, കർഷകന്മാരാണ്. കർഷകന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ നെല്ല് ഉൽപ്പാദിപ്പിച്ച് ആ നെല്ല് കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിക്കുമ്പോ ഒരു റെസീറ്റ് കൂട്ടി കൊടുക്കുകയാണ്. അതുമായിട്ട് ബാങ്കിൽ പോയിട്ട് ക്യൂ നിന്ന് അവൻ കടം വാങ്ങുന്നത് പോലെ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ നെല്ല് വിറ്റിട്ട് കടക്കാരനായിട്ട് ലോണ് എടുക്കാൻ നിൽക്കുന്നത് പോലെ ബാങ്കിന്റെ മുന്നിൽ, സൊസൈറ്റിയുടെ മുന്നിൽ ക്യൂ നിന്നിട്ടാണ് ആലപ്പുഴയിലെ കുട്ടനാടിലെ കർഷകൻ പ്രസാദ് ആത്മഹത്യ ചെയ്തത്. ആ വീഡിയോ, അദ്ദേഹത്തിന്റെ ഓഡിയോ സംഭാഷണം ഞാനും നിങ്ങളും കേട്ടതാണ്. തൃശൂർ ജില്ലയില് കരുവന്നൂരില് പാവപ്പെട്ട ഇന്നൊരു സ്ത്രീ എന്നോട് സംസാരിക്കുന്നതും കരയുന്നതും അവരെന്നോട് പറഞ്ഞു, മാഡം റെക്കോർഡ് ചെയ്ത് വെക്കണം. കാരണം എന്താണ്, അവർ സൊസൈറ്റിയിൽ ലക്ഷക്കണക്കിന് രൂപ നാട്ടുകാരുടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത ഒരു സഹോദരിയാണ്, അവർ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അപ്പോ അങ്ങനെ കരുവന്നൂരിലെ സഹകരണ സംഘത്തിനകത്ത് വലിയ തീവട്ടിക്കൊള്ള നടത്തിയപ്പോ ആ തീവട്ടിക്കൊള്ളയെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള മന്ത്രിമാർ കേരളത്തിലുണ്ടായി മാർക്സിസ്റ്റ് പാർട്ടിയിൽ. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുക? ഈ ചോദ്യമാണ് നമ്മൾ ഇവിടെ ഓരോ വീടുകളിലേക്കും എത്തിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത്. കൂടാതെ 300-ലധികം വരുന്ന പദ്ധതികൾ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? അത് നാഷണൽ ലോജിസ്റ്റിക് പോളിസിയാണ്. ആ നാഷണൽ ലോജിസ്റ്റിക് പോളിസി നരേന്ദ്രമോദിജി പറഞ്ഞു എന്താണെന്നറിയുമോ? ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് യാത്ര ചെയ്യാൻ നല്ല റോഡുകൾ വേണം, നല്ല റെയിൽവേ സ്റ്റേഷനുകൾ വേണം, നല്ല റെയിൽവേ കോറിഡോറുകൾ വേണം, നല്ല കപ്പൽ മാർഗങ്ങൾ വേണം, നല്ല വ്യോമയാന മേഖലകൾ വേണം, വിമാനത്താവളങ്ങൾ വർദ്ധിതമാകണം. അങ്ങനെ രാജ്യം എല്ലാ മേഖലയിലും മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് മാത്രം യാത്ര ചെയ്യാൻ എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ ഉണ്ടായാൽ പോരാ. പകരം എന്തുണ്ടാകണം? സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാൻ വേണ്ടി അവന്റെ ഉൽപ്പന്നങ്ങൾ വാഹനത്തിൽ കയറ്റി പൊതുനിരത്തിൽ കൊണ്ടുവന്ന് വിൽക്കാനും അർഹമായിട്ടുള്ള ന്യായമായിട്ടുള്ള പണം കിട്ടാനും സാധ്യതയുണ്ടാകണമെന്ന് പറഞ്ഞപ്പോ ഇടനിലക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോഴാണ് ഉത്തർപ്രദേശിൽ ഒരു സമരം സംഘടിപ്പിച്ചത്. ഉത്തർപ്രദേശിൽ സമരം സംഘടിപ്പിച്ചപ്പോ ആ സമരത്തിന്റെ മുൻനിരയിൽ നിൽക്കാൻ വേണ്ടി വലിയ വലിയ വണ്ടികൾ, വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള, എങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള ആളുകൾ അവർ വന്ന് ആ സമരത്തിന്റെ മുന്നിൽ നിന്നു. അവർ ഒറിജിനൽ കർഷകന്മാരായിരുന്നില്ല. എന്നാൽ യഥാർത്ഥ കർഷകന് ബോധ്യം വന്നു. എന്താണ്? മോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോ കിസാന്, കർഷകന് ഗുണമുണ്ടാകാൻ വേണ്ടി കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായി. ആരാധനായിട്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു അത്. ആ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ഉണ്ടായി. മണ്ണ്, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ വീണ്ടും ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ മനുഷ്യന് മരുന്ന് കൊടുക്കുന്നത് പോലെ തന്നെ
മണ്ണിനെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞ ഇന്ത്യയിലെ പ്രധാനമന്ത്രി. അങ്ങനെയാണ് സോയിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായത്. മണ്ണിനെ റിസർച്ച് ചെയ്ത് പരിശോധിച്ചു നോക്കി ആ മണ്ണിൽ എന്ത് വിത്തിറക്കണം എന്ന് തീരുമാനമെടുത്ത് അതിനെന്ത് വളം ഉപയുക്തമാക്കണമെന്ന് തീരുമാനിച്ച് ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ കാർഷിക മേഖലയെ വാനോളം ഉയർത്തണമെന്ന് തീരുമാനിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സാധാരണക്കാരന്റെ പ്രതിനിധിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ വാക്കുകളും പ്രവൃത്തികളും ഞാനും നിങ്ങളും കേട്ടതാണ്. കർഷകനോട് സ്നേഹമുണ്ട് എന്ന് അഭിനയിക്കുകയല്ല, പറയുകയല്ല, മറിച്ച് അവന്റെ അക്കൗണ്ടിൽ 2000 രൂപ വെച്ച് കൊടുത്ത് കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി. നമ്മൾ 11 രാജ്യങ്ങൾ 10 രാജ്യങ്ങൾ നമ്മുടെ മുന്നിലായിരുന്നു. സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിൽ 11ാം റാങ്കുകാരനായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക. അവന്റെ മുന്നിൽ 10 പേർ ഓടുന്നുണ്ടാകും, അല്ലെ? 10 പേർ ഓടുമ്പോൾ 1ാം സ്ഥാനക്കാരനെയും 2ാം സ്ഥാനക്കാരനെയും 3ാം സ്ഥാനക്കാരനെയും 4ാം സ്ഥാനക്കാരനെയും വരെ എണ്ണുകയുള്ളൂ, അല്ലെ? അവരാണ് ടോപ്പായിട്ടുള്ള സ്കൂളിലെ കുട്ടികൾ എന്നുള്ള രീതിയിൽ അവരുടെ മുഖമായിരിക്കും നമ്മുടെ നാടിനെ നോക്കിക്കണ്ടത്. നമ്മുടെ നാട് 11ാം സ്ഥാനക്കാരനായിരുന്നു. ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ സാമ്പത്തിക ഹരിത കേരളം പദ്ധതി, ഹരിത കേരളം പദ്ധതിയുടെ പേരിട്ടുകൊണ്ട് നമ്മുടെ മോദിജി കൊടുത്ത പദ്ധതിയെ ഈ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി. പ്രധാനമന്ത്രി എല്ലാവർക്കും വീട് കൊടുക്കാൻ തീരുമാനിച്ചപ്പോ കേരളത്തിന്റെ നഗരാസൂത്രണങ്ങളിലേക്ക് എത്തിയിട്ട് ആ വീടിന്റെ 5 ലക്ഷം രൂപയോ അല്ലെങ്കിൽ പൈസ വാങ്ങാൻ വരുന്ന അമ്മയുടെ പുറത്ത് തട്ടിയിട്ട് പിണറായി വിജയന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പറയും, അമ്മായി ഇത് എന്താണ്, പിണറായി തന്ന വീടാണ് എന്ന് പറയും. പക്ഷേ ഒരു നയാ പൈസ പോലും ചെലവില്ലാതെ പണ്ട് രാമൻ നായരുടെയും രാഘവൻ നായരുടെയും കഥയിൽ പറഞ്ഞതുപോലെ ഒരു ഗ്രാമത്തിൽ നല്ല 2 ആളുകൾ, രാമൻ നായരും രാഘവൻ നായരും, 2 ആൾക്കും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് രാമൻ നായർ ഒരു വലിയ ആനയെ, നല്ല ഗുരുവായൂർ കേശവനേക്കാൾ നല്ല ചന്തമുള്ള ഒരു കൊമ്പനെ അവിടെ ഉത്സവത്തിന് നടക്കിരുത്താൻ വേണ്ടിയിട്ട് അവിടെ നടക്കിരുത്തി കൊടുത്തു. നാട്ടുകാരോട് പറഞ്ഞു, ഇനി ആന നിങ്ങൾക്ക് സ്വന്തമാണ്. അപ്പോ ഇത് കണ്ടപ്പോ മറ്റേ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി. എന്താണ്, ഇപ്പൊ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആനയെ കൊടുത്തു കഴിഞ്ഞു, ആളുകൾ കൈയടിക്കാൻ തുടങ്ങി. അപ്പോ തൊട്ടടുത്ത ഈ കൂട്ടുകാരനൊരു തോന്നല്, എന്താണ്, ഉള്ളില് വലിയ കൂട്ടൊന്നുമില്ല. അപ്പൊ കൂട്ടുകാരന് തോന്നി, എന്റെ പേര് പോയല്ലോ. കാരണം 2 പേരുടെ കയ്യിലും പൈസയുണ്ട്. അവസാനം ഇരുന്നും കിടന്നും ആലോചിച്ച് അർദ്ധരാത്രിയിൽ എണീറ്റ് ഒരൊറ്റ പോക്കാണ്. എവിടേക്കാണ്? ഒരു മണി ഉണ്ടാക്കുന്ന ആളുടെ അടുത്ത് പോയി ആലയിൽ ചെന്നിരുന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി തന്നെ ഒരു വലിയ മണി ഉണ്ടാക്കണം. അങ്ങനെ നല്ല ഓടിന്റെ വലിയൊരു മണി ഉണ്ടാക്കി രാമേട്ടൻ കൊടുത്ത ആനയുടെ കഴുത്തില് രാഘവൻ വക എന്നെഴുതിയിട്ടുള്ള മണി കൊണ്ടുവന്ന് കെട്ടി. അങ്ങനെ ജനങ്ങൾ നോക്കുമ്പോ ആനയെ കൊടുത്തത്? ആനയെ കൊടുത്തത് രാമേട്ടനാണ്. പക്ഷെ പേരാരുടെയാണ്? രാഘവേട്ടന്റെയാണ്. അതുപോലെ നരേന്ദ്രമോദി കൊടുത്ത 300-ലധികം വരുന്ന പദ്ധതികളിൽ ചിലത് മാത്രം കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്ത എല്ലാ പദ്ധതികളുടെ കഴുത്തിലും പിണറായി വിജയൻ വക എന്ന് എഴുതിയിട്ട് ഇന്ന് വോട്ട് ചോദിച്ചു നടക്കുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ നാടൻകെട്ട കളി, അത് വീടുകളിൽ ചെന്ന് നോട്ടീസ് കൊടുത്ത് നമ്മൾ പറയണം, ഇത് കൊണ്ടുവന്നത് NDA ഗവൺമെന്റ് ആണ്, ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇവിടെ 2 കാര്യങ്ങളെ നടക്കുന്നുള്ളൂ. എന്താണ്? 1 സഹകരണ കൊള്ളയും, 2 അമ്പലങ്ങളിലെ കവർച്ചയും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അമ്പലങ്ങളിൽ വലിയ കവർച്ച. അപ്പോ നമ്മുടെ ഗുരുവായൂരപ്പൻ കാടാമ്പുഴ ഭഗവതിയെ വിളിച്ചു. ഗുരുവായൂരപ്പൻ കാടാമ്പുഴ ഭഗവതിയെ വിളിച്ചു ചോദിച്ചു, ഭഗവതി അവിടെ തിരുവാഭരണമൊക്കെ അവിടെ തന്നെ ഉണ്ടോ? അപ്പൊ ഭഗവതി പറഞ്ഞു, പരിശോധിക്കണം. കാരണം എല്ലാ ദിവസവും അങ്ങനെ ആർഭാടത്തോട് കൂടിയിട്ട് ഈ എല്ലാ അടയാഭരണങ്ങളും എടുക്കില്ല, എണ്ണി നോക്കില്ല. അപ്പൊ ഭഗവതി പറഞ്ഞു, കൊട്ടാരക്കര ഗണപതിയെ ഉണ്ണി ഗണപതിയെ ഒന്ന് വിളിച്ചു നോക്കായിരുന്നു. അപ്പോ ഉണ്ണി ഗണപതിയെ വടക്കുന്നാഥനാണ് വിളിച്ചത്. ഉണ്ണി, നിന്റെ ആഭരണങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ണി ഗണപതി പറഞ്ഞു, എല്ലാവരുടെയും പോയി എന്നാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കണത്. അപ്പൊ അച്ഛന്റെ എല്ലാം അവിടെ ഉണ്ടോ എന്ന് ഉണ്ണി ഗണപതി തിരിച്ചു വടക്കുന്നാഥനോട് ചോദിച്ചു. അപ്പോഴാണ് ഏറ്റുമാനൂരപ്പൻ പറഞ്ഞത്, എന്റെ കുറെ പോയി. പൂർണ്ണത്രയേശൻ പറഞ്ഞു, പൂർണ്ണത്രയേശന്റെ പലതും കാണാനില്ല. അങ്ങനെ ഉണ്ണി ഗണപതി വീണ്ടും ഒരു ഐഡിയ പറഞ്ഞു. അത്ര ഉണ്ണി ഗണപതി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാം കൂടിയിട്ട് സഹകരണ സംഘത്തിൽ വെക്കാമെന്ന്. അപ്പോഴാണ് പത്മനാഭസ്വാമി പറഞ്ഞു, വേണ്ട, ഞാനിവിടെ കിടക്കുകയാണ്, ഒരു കാരണവശാലും ഒരു സഹകരണ സംഘത്തിലും ഒരാഭരണവും കൊണ്ടുപോയി വെച്ചാൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. പിണറായി വിജയനാണ് മുഖ്യമന്ത്രി, ആഭ്യന്തരവും കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞത്
ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഞാനത് വായിച്ചു, ഞാനത് നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ദൈവങ്ങൾക്ക് പോലും അവർ സൂചന നൽകി. എന്താണ്? വലിയ സമ്മേളനം നടത്തി അയ്യപ്പന്റെ പേരിൽ, ആഗോള സംഗമം നടത്തിയപ്പോ NSSന്റെ സുകുമാരൻ സാർ വിചാരിച്ചു ഇത് അയ്യപ്പനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളാപ്പള്ളി നടേശൻ സാറും വിചാരിച്ചു, പണ്ട് നവോത്ഥാന മതിലിന് പോയതല്ലേ, അപ്പോ എല്ലാം മാറ്റി ചിന്തിച്ചുകൊണ്ട് അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇതാ പിണറായി വിജയന് സൽബുദ്ധി ഉദിച്ചല്ലോ, അപ്പൊ എന്തായാലും ആ സമ്മേളനം നന്നാകും എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അങ്ങനെ വെള്ളാപ്പള്ളി സാറ് ഇടതുഭാഗത്തും വലതുഭാഗത്തും സുകുമാരൻ നായരും ഒക്കെ ആയിട്ട് ഈ സമ്മേളനത്തിൽ നിൽക്കുമ്പോ തത്തക്കം പിത്തക്കം പറഞ്ഞ് 2 വരി ഭഗവത്ഗീത നമ്മുടെ മുഖ്യമന്ത്രി പിണറായി ചൊല്ലാൻ ശ്രമിച്ചത് ഞാനും നിങ്ങളും കണ്ടു. മതേതര ഭഗവത്ഗീത. കാരണം ഇത് ജന്മത്തിൽ വായിച്ചിട്ടില്ല. ഇത് വായിച്ചാലേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമ കുർവത സഞ്ജയ ദിത്വാദു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യം ഉപസംഗമ്യ രാജാവചനമബ്രവീത് തുടങ്ങുന്ന ശ്ലോകം ജപിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായി ഇത് പിണറായി വിജയൻ തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് 2 വരി ജപിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാണ്. അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോ കലിയുഗവരദൻ സാക്ഷാൽ അയ്യപ്പന് മനസ്സിലായി എന്താണ് ഇതിന് ഒരു പണി കൊടുക്കണം. ആരും പറഞ്ഞതല്ല. അതായത് അവിടെ സ്വർണം ചെമ്പായി മാറിയിട്ടുണ്ട് എന്ന് സാക്ഷാൽ അയ്യപ്പ സ്വാമി തന്നെയാണ് ആഗോള സംഗമത്തെ തുടർന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുത്തി തന്നതെങ്കിൽ ആദ്യത്തെ പ്രതിഷേധ യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു. കടകംപള്ളി സുരേന്ദ്രന്റെ മൗനം ഏത് നിമിഷമാണോ ആ മൗനം മുറിയുന്നത് അന്ന് യഥാർത്ഥ വില്ലൻ പുറത്തു വരുമെന്ന് ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നമുക്ക് ഈ കേരളത്തിൽ ഈശ്വരന്മാർക്ക് രക്ഷയില്ല, മനുഷ്യർക്ക് രക്ഷയുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഒരു സ്കൂളിലേക്ക് 1 കോടി രൂപ കൊടുക്കുന്ന PM ശ്രീ പദ്ധതി, ആ 1 കോടി രൂപ കൊടുക്കുന്ന PM ശ്രീ പദ്ധതി നടപ്പിലാക്കണ്ട എന്ന് 4 വർഷക്കാലം തീരുമാനിച്ചു. കോൺഗ്രസിനെ കുറിച്ച് ഞാൻ എന്താ ഒന്നും പറയത്തെന്നറിയോ? കോൺഗ്രസ് ഇന്ത്യയിൽ മരിച്ചുപോയി. ചത്ത കുട്ടിയുടെ ജാതകം നമ്മൾ എഴുതാറില്ല. ഇപ്പോ അവര് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഒരൊറ്റ ഫോൺ കോള് ഡൽഹിയിൽ നിന്ന് വന്നാൽ മതി, അപ്പൊ പിണറായി വിജയന്റെ ചെരുപ്പ് അഴിച്ചു തുടച്ചു കൊടുക്കാൻ ഇവിടുത്തെ എല്ലാ കോൺഗ്രസുകാരും തയ്യാറാകും. കാരണം അവർക്ക് എവിടെയും പിന്നെ ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ദേശീയ തലത്തിൽ ഒരു ടിക്കറ്റ് അമ്മയ്ക്കും മകനും മകൾക്കും പേടിയില്ലാതെ ഭയമില്ലാതെ നിന്ന് മത്സരിക്കാൻ ഒരു ടിക്കറ്റ് കിട്ടാതെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സോണിയ മാഡം വിളിച്ചത്. ഞാൻ എന്റെ മകനെ അങ്ങോട്ടേക്ക് വിടുകയാണ്, സുരക്ഷിതമായിട്ട് വിജയിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ വയനാട്ടിലേക്ക് വണ്ടി കയറി. മകളും അവിടെ തന്നെ മത്സരിച്ചു, മകനും അവിടെ തന്നെ മത്സരിച്ചു. ശരിയല്ലേ? അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 404 MP-മാരെ സൃഷ്ടിച്ച് ഏറ്റവും പ്രബലമായ രീതിയിൽ നിന്നിരുന്ന ഈ രാജ്യത്തിന്റെ പാർലമെന്റിലെ 1.5 ശക്തിയായിരുന്ന കോൺഗ്രസിന് കേവലം വിരലിലെണ്ണാവുന്ന സീറ്റുകളിൽ താഴ്ന്നു പോകേണ്ടി വന്നത് അയൽപക്കത്ത് വീടുകളിൽ പാത്രം കഴുകി കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി, നരേന്ദ്രൻ എന്ന് പറയുന്ന ആ കുട്ടിയെ വളർത്തിയെടുത്ത അമ്മയുണ്ടല്ലോ, അമ്മയുടെ മകൻ ലോകാരാധ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 16 ഇസ്ലാമിക ലോകരാജ്യങ്ങളാണ് ശ്രീമാൻ നരേന്ദ്രമോദിക്ക് അവരുടെ ബഹുമതി കൊടുത്തത്, പരമോന്നത ബഹുമതി കൊടുത്തത്. ആ നരേന്ദ്രമോദിജിയെ ലോകം ആരാധിക്കുന്നു, അംഗീകരിക്കുന്നു. 11ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ ഭാരതം, ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു, മോർഗൻ സ്റ്റാൻലി അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നു, ഇന്ത്യ 4ാം സ്ഥാനത്താണ് ഇപ്പൊ നിൽക്കുന്നത്. 3 പേരെ മാത്രമേ ഇനി ലോകത്ത് നമുക്ക് മറികടക്കാനുള്ളൂവെങ്കിൽ 5 വർഷം കൊണ്ട് ആ മറികടക്കൽ ഉണ്ടാകുമെന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി പോലെയല്ല ഭാരതത്തിന്റെ ഇന്ത്യൻ ബാങ്കുകൾ. അത് മാത്രമല്ല, ബാങ്കിൽ മാത്രമല്ല നമുക്ക് പണമുള്ളത്. എല്ലാ അമ്മമാരുടെയും മടിശീലയിൽ 1 ഗ്രാമോ 2 ഗ്രാമോ 8 ഗ്രാമോ സ്വർണം അവര് ഭർത്താവ് പോലും അറിയാതെ ചിലപ്പോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? അതായത് ഇവിടുത്തെ 1.5 ധനകാര്യ വകുപ്പ് മന്ത്രിമാരാണ് ഇന്ത്യയിൽ അമ്മമാർ, സ്ത്രീകൾ വസുദൈവ കുടുംബകം എന്നുള്ള സങ്കല്പം വെച്ചുകൊണ്ട് തന്റെ വീട്ടിലെ കുട്ടിയെയും സംരക്ഷിക്കും, അടുത്ത വീട്ടിലെ കുട്ടിക്കും വിവാഹം കഴിക്കുമ്പോൾ പാവപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ അവർക്കൊരു നുള്ളു പൊന്നു കൊടുക്കണമെന്ന് പറയുന്ന, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ സാധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ളവരാണ് നമ്മുടെ നാട്ടിലെ ഭാരതത്തിലെ സ്ത്രീകളെന്ന് ലോകം ഉറ്റുനോക്കുകയും അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാലാംശത്തിലാണ് നമ്മുടെ ഉലകനായകൻ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് സമ്മാനമായിട്ട് ഇവിടെ നിന്ന് നമ്മുടെ വാർഡിലേക്ക് മത്സരിക്കുന്നവരും ബ്ലോക്കിൽ മത്സരിക്കുന്നവരും, ധന്യ ബ്ലോക്കിലാണ് മത്സരിക്കുന്നത് അല്ലേ, ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ശ്രീമതി ധന്യ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്
നമ്മൾ വോട്ടവകാശം വേണം എന്ന്, വോട്ട് നൽകണം എന്ന് ജനങ്ങളോട് അപേക്ഷിക്കുന്നത്, അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ വീടുകളിൽ ചെല്ലുമ്പോ ആളുകൾ പറയും, കമ്മ്യൂണിസ്റ്റുകാർ പറയും, നല്ലവരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ, പക്ഷെ അവര് പറയും 2000 രൂപ പെൻഷൻ ആക്കിയിട്ടുണ്ടല്ലോ പിണറായി വിജയൻ, വെറും കാപട്യമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എത്ര മാസത്തെ പെൻഡിങ് ഉണ്ട് എന്ന് ചോദിക്കണം. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഒരു 4 മാസം കൂടി കിട്ടും. അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ സാധനം ഇല്ലാതെയാകും എന്ന് സൂചന അവർക്ക് കൊടുക്കുകയും, കുട്ടികളോട് സ്നേഹമില്ലാത്തവർ, PM ശ്രീ പദ്ധതി വേണ്ടാത്തവർ, നമ്മുടെ റോഡുകളും പാലങ്ങളും വേണ്ടാത്തവർ. എങ്ങനെയാ റോഡ് പൊളിഞ്ഞത്? ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. എങ്ങനെയാ റോഡ് പൊളിഞ്ഞത്? ദേശീയപാത ടെൻഡർ കൊടുത്തു. ആരാ സഹ ടെൻഡർ എടുത്തത്? സഹ ടെൻഡർ എടുത്തത് പിണറായി വിജയന്റെ കൂട്ടാളികളാണ്. അപ്പൊ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് സഹ ടെൻഡർ എടുത്തപ്പോ ആ റോഡ് കുത്തനെ താഴേക്ക് ഇരുന്നപ്പോ പത്രസമ്മേളനത്തിൽ അങ്ങനെ ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി ഞാനും നിങ്ങളും കണ്ടു. ആളുകളെല്ലാം ചിന്തിച്ചു, എന്താണ് കേന്ദ്രത്തെ കുറ്റം പറയാത്തത്? എന്താണ് കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പറയാത്തത്? ഇത്രയും ആളുകൾക്ക് വേദനിച്ചിട്ടുള്ള ഒരു സംഭവത്തിൽ മൗനമായിട്ട് എന്താണ് പിണറായി വിജയൻ ഇരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും സംശയം തോന്നിയെങ്കിൽ കേരളത്തിൽ എന്ത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വികസനം വന്നാലും ഊരാളുങ്കലിനെ വിളിക്കും. ഊരാളുങ്കൽ ആരാ? ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു പിണറായി വിജയൻ. പിന്നെ മോദി കൊടുത്ത നല്ല റോഡില് മരുമകന്റെ അമ്മായി അച്ഛനെ കൊണ്ട് ക്യാമറ വെപ്പിക്കും. 78 കോടിക്ക് വെക്കേണ്ട ക്യാമറ 350 കോടിക്ക് വെക്കും. എല്ലാ മേഖലകളിലും അഴിമതിയാണ്. നെല്ല് പാലക്കാട് ഉണ്ടാക്കുന്നുണ്ട്, ആലപ്പുഴയിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ആ അരി ഒന്ന് സംരക്ഷിച്ച ആളുകൾക്ക് കൊടുക്കേണ്ടതിന് പകരം അത് നെല്ല് അവിടെ ചീഞ്ഞു കിടന്നാലും കുഴപ്പമില്ല, പൈസ കൃത്യമായിട്ട് കൊടുക്കാതെ കർഷക ദ്രോഹം നടത്തിക്കൊണ്ട് കർഷകർക്ക് ഇത് ഉത്പാദിപ്പിക്കാനുള്ള മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് പക്ഷേ അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർ ആന്ധ്രയിലേക്ക് അരി വാങ്ങാൻ പോകും, കർണാടകയിലേക്ക് പോകും, അവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തും. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള കേരളത്തിലെ നമ്മുടെ സമൂഹത്തിന് 11,000 കോടി രൂപയിലധികം 3 മാസം കൊണ്ട് മരുന്നിന് വേണം ജനങ്ങൾക്ക്. ആ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പനിയുടെ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആലപ്പുഴയിൽ ഒരു സിസ്റ്റം ഒഴിച്ച്, ഒരു കമ്പനി ഒഴിച്ച് ഇന്നും വരെ ഇത്രയും മിടുമിടുക്കന്മാരായിട്ടുള്ള ഡോക്ടർമാരും ഫാർമസിസ്റ്റുകളും കുട്ടികളും ഒക്കെയുള്ള നമ്മുടെ നാട്ടിൽ അറിവും പ്രാപ്തിയുമുള്ള നമ്മുടെ ചെറുപ്പക്കാർ ഈ മരുന്ന് നിർമ്മാണ ഫാക്ടറികളിൽ കാസർഗോഡ്, ഇവിടെ നിന്ന് വിട്ടാൽ കാസർഗോഡ് കഴിഞ്ഞാൽ കർണാടകയിലും, പാലക്കാട് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും, ആന്ധ്രയിലും, തെലങ്കാനയിലും ഒക്കെ ഈ മരുന്ന് കമ്പനികൾ പ്രവർത്തിക്കുമ്പോൾ മരുന്ന് വാങ്ങാൻ വേണ്ടി ആരോഗ്യ വകുപ്പ് മന്ത്രിയും നമ്മുടെ ആശാന്മാരും ഒക്കെ കൂടി പോയിട്ട് കോടിക്കണക്കിന് രൂപയുടെ മരുന്നും വാങ്ങി അഴിമതി നടത്ത് പിണറായി പാറപ്പുറത്ത് വലിയൊരു പെട്ടി വെച്ചിട്ടുണ്ട്. എല്ലാ കമ്മീഷനും ആ പെട്ടിയിലേക്ക് അങ്ങോട്ട് പോകും. അപ്പൊ എന്താ കുഴപ്പം? കൃഷി വേണ്ട, മരുന്ന് വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, എഞ്ചിനീയറിംഗ് പഠിക്കാൻ നല്ല കോളേജ് വേണ്ട, അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വേണ്ട, കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികളൊന്നും വേണ്ട. കിട്ടുന്നത് മുഴുവൻ മകമാറി ചിലവഴിച്ചുകൊണ്ടുള്ള ഈ ഭരണകൂടത്തെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഈ താഴെ തട്ടിൽ സാധാരണക്കാരായിട്ടുള്ള മെമ്പർ ഓഫ് പഞ്ചായത്ത് എന്ന് പറയുന്നത് ആരാണ്? മെമ്പർ ഓഫ് പാർലമെന്റിന് തുല്യമാണ്. നിങ്ങളാണ് നിങ്ങളുടെ ഗ്രാമത്തെ സംരക്ഷിക്കേണ്ടത്, നിങ്ങളാണ് നിങ്ങളുടെ പ്രദേശത്തെ സംരക്ഷിക്കേണ്ടത്. അതിന് നിങ്ങളെ പാർട്ടി പ്രൗഢമായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിലെ ജനപ്രതിനിധികളെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനും വേണ്ടിയിട്ട് എനിക്ക് അശ്വൻ വഴി ഒരവസരം കിട്ടുകയും എന്റെ നിയോജകമണ്ഡലത്തിന്റെ അധ്യക്ഷനും ഇവിടുത്തെ ഭാരവാഹികളും ഒക്കെ എന്നെ വീണ്ടും വീണ്ടും വിളിക്കുകയും, അവരൊക്കെ കരുതിയത് ആലപ്പുഴയിൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് ചുമതല വേറെ ജില്ലകളിലുണ്ട്, അപ്പൊ തൃശ്ശൂരിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവരെല്ലാവരും പെട്ടെന്ന് തന്നെ എനിക്കിവിടെ പങ്കെടുക്കാനും നിങ്ങളെ കാണാനും ഒക്കെ ഒരവസരം ഒരുക്കി തന്നതിൽ എനിക്ക് ഹൃദയപൂർവ്വം എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട്, സ്ഥാനാർത്ഥികളെയൊക്കെ 1 മിനിറ്റ് എണീറ്റ് നിന്ന് കണ്ടാൽ സന്തോഷം. മഴ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിലും, മഴ അനുവദിക്കാത്ത സാഹചര്യം, ഞാൻ എത്ര മഴ കൊള്ളാനും തയ്യാറാണ്. സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി അത് താമരപ്പൂക്കളുടെ വരവ് വെള്ളവുമായി ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് അത് വിജയത്തിന്റെ കണികകളായി നമ്മുടെ മനസ്സിൽ സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് അതിശക്തമായി ഓരോ വീടുകളിലും ചെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന മികവിനെ കുറിച്ചും ദേശീയധാരയിൽ മോദിജിയുടെ പ്രവർത്തനത്തെ കുറിച്ചും അറിയിച്ച് അദ്ദേഹത്തിന്റെ സമ്മാനമായിട്ട് ഓരോ വോട്ടുകളും ജനങ്ങളിൽ നിന്ന് ചോദിച്ച് വാങ്ങി വിജയിച്ചു വരണമെന്നും, വിജയിച്ചു കഴിഞ്ഞ് റോഡിൽ എനിക്കിങ്ങനെ നമ്മുടെ ആളുകളുടെ ഇടയിൽ പ്രസംഗിക്കാൻ അത്ര വലിയ താല്പര്യമില്ല. കാരണം എന്താണ്, ഇത് നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് വിജയിച്ചിട്ട് കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും കേൾക്കെ റോഡിൽ മൈക്ക് തന്നാൽ ഞാൻ അവിടെ കാര്യങ്ങൾ കുറച്ച് വെടുപ്പായിട്ട് പറയാം എന്ന് സൂചന നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും വിജയവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുവാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. ഭാരത് മാതാ കീ
എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പരിപാടിയില് സ്ഥാനാർത്ഥി സംഗമം എന്ന പരിപാടിയില് നമ്മൾ സ്ഥാനാർത്ഥികളായിട്ട് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ അടുത്ത് വന്ന് ആശീർവാദവും അനുഗ്രഹവും മേടിക്കുന്നതിനുള്ള അവസരമുണ്ട്. അപ്പോൾ അതനുസരിച്ച് പേര് വിളിക്കാം. ഓരോരുത്തർ വന്ന് അത് ചെയ്യണം. വാർഡ് അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത്. 1-ാം വാർഡ് വത്സ വാസു, 2-ാം വാർഡ് അർജുൻ PA, 3-ാം വാർഡ് ആതിര സനിൽ അർജുൻ, 3-ാം വാർഡ് ആതിര സനിൽ, 4-ാം വാർഡ് രാമചന്ദ്രൻ TK. ഇന്ന് വേഗം കയറി നിന്നാലും മഴയുണ്ട്. 5-ാം വാർഡ് പ്രസീത, 6-ാം വാർഡ് വിധുബാല, 7-ാം വാർഡ് ജയൻ, 8-ാം വാർഡ് ആശ ബീബി, 9 രാഹുൽ, 10 ദീപ ബാലകൃഷ്ണൻ, 11 ബിനു വിശ്വേശ്വരൻ, 12 വിശാലാക്ഷൻ, 13 ഗോവിന്ദൻകുട്ടി, 14 ബിനീഷ് CB, 15 ലോഹിതാക്ഷൻ PG, 16 ബീനമോൾ, 17 ബിനീഷ് KB, 18 ശ്രീദേവി M, 19 ആര്യ, 20 രമാ രാജേന്ദ്രൻ. ഇനി കോലഴി പഞ്ചായത്തില് 3 ബ്ലോക്ക് ഡിവിഷനുകളുണ്ട്. അതിലെ സ്ഥാനാർത്ഥികളാണ് വിളിക്കുന്നത്. കുന്നത്തുപീടിക ഡിവിഷൻ സ്നൂപ്പ, പെട്ടെന്ന് വിളിച്ചോളൂ. കോലഴി ഡിവിഷൻ വിജിത ടീച്ചർ, ഒരു സെക്കൻഡ് ആയിട്ടില്ല ചേച്ചി. കുറ്റൂർ ഡിവിഷൻ വത്സ വാസു, കോലഴി പഞ്ചായത്തിൽ പെടുന്ന 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുണ്ട്. ഒന്ന് വാഴാനി ഡിവിഷൻ ധന്യ രാമചന്ദ്രൻ, അവണൂർ ഡിവിഷൻ നന്നകുമാർ KV, ആള് വലിപ്പമുള്ളൂ, എന്റെ താഴെ. बोलो
माता की बोलो भारत माता की